ADGP MR അജിത് കുമാറിന്റെ തൊപ്പി തെറിപ്പിച്ചത് PV അൻവറാണോ, CPI ആണോ, അതോ മറ്റ് ഘടകകക്ഷികളാണോ, അതോ പിണറായി തന്നെയാണോ എന്ന വാദമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏകദേശം 35 ദിവസത്തോളം നീണ്ടുനിന്ന പിരിമുറുക്കത്തിനാണ് ഇന്നലെ രാത്രി മുഖ്യമന്ത്രി അയവ് വരുത്തിയത്. മുഖ്യമന്ത്രി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് പറിച്ചെടുത്ത് ദൂരെ എറിയുന്നത് പോലെ MR അജിത് കുമാറിനെ പ്രാധാന്യം കുറഞ്ഞ ഒരു ചുമതലയിലേക്ക് മാറ്റി. അതുപോലെ തന്നെ MR അജിത് കുമാറിനെതിരെ DGPയുടെ നിശിതമായ വിമർശനങ്ങളാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇത് കണ്ടിട്ടും ഇതെല്ലാം വന്നിട്ടും ഈ റിപ്പോർട്ട് വന്നിട്ടും മുഖ്യമന്ത്രി നടപടി എടുത്തില്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കും ഇക്കാര്യത്തിലെന്ന CPI നേതാവ് ബിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു. സ്വതന്ത്ര നിലപാട് സഭയിൽ എടുക്കുമെന്ന നിലപാടാണ് CPI സ്വീകരിച്ചത്. അതുപോലെ പ്രതിപക്ഷവും ഈ MR അജിത് കുമാർ വിഷയം സഭയിൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് നീക്കുപോക്കുകൾ നടത്തിയിരുന്നത്. അപ്പോൾ സഭയിൽ ഈ ബഹളം ഉണ്ടാകാതിരിക്കാനാണ് രാത്രി വൈകി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓഫീസിലെത്തി MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും ക്രമസമാധാന ചുമതലയിൽ നിന്നും സ്ഥലം മാറ്റിയത്. ക്രമസമാധാന ചുമതല പകരം ഇന്റലിജൻസ് ADGP ആയിരുന്ന മനോജ് എബ്രഹാമിന് നൽകുകയും ചെയ്തു. എന്നാൽ PV അൻവർ പറയുന്നത് ആ തൊപ്പി തെറിപ്പിച്ചത് അൻവർ എന്ന ആളാണ്, PV അൻവർ, പുത്തൻ വീട്ടിൽ അൻവർ ആണ് എന്ന് അദ്ദേഹം പറയുന്നു. ശരിയാണ്, ശരിക്കും പറഞ്ഞാൽ PV അൻവറാണ് MR അജിത് കുമാറിന്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന് പറഞ്ഞത്. ആ കസേര തെറിപ്പിക്കുകയും ചെയ്തു. ഇതിൽ CPI ആദ്യം മുതലേ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ RSS നേതാക്കളുമായി അവിശുദ്ധ ബന്ധം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ RSS നേതാക്കളെ രഹസ്യമായി കാണാൻ പോകുന്ന ഒരു ADGPയെ ക്രമസമാധാന പാലന ചുമതലയിൽ വച്ചിരുന്നാൽ അത് ശരിയല്ല, അത് മുന്നണിക്ക് ചേരുന്നതല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് CPI ആദ്യം മുതലേ തന്നെ ആവശ്യപ്പെട്ടെങ്കിലും അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിന് ശേഷമാകാൻ നടപടി എന്ന നിലപാടിലായിരുന്നു മുഖ്യമന്ത്രി ഉറച്ചു നിന്നത്. മുഖ്യമന്ത്രി ചിരിച്ചും ചിരിപ്പിച്ചും ആ നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ CPI ആകെ ഒന്ന് പരിങ്ങി. കാരണം CPIക്കുള്ളിൽ തന്നെ ചില പൊട്ടിത്തെറികൾ ഉണ്ടായേക്കും എന്ന സംശയം ബിനോയ് വിശ്വത്തിന് ഉണ്ടായിരുന്നു. കാരണം തൃശ്ശൂർ മണ്ഡലത്തിൽ തോറ്റുപോയ VS സുനിൽകുമാറും അതുപോലെ തന്നെ പ്രകാശ് ബാബുവും, മുതിർന്ന നേതാവ് പ്രകാശ് ബാബുവും ഒക്കെ ബിനോയ് വിശ്വത്തെ വാക്കുകൾ കൊണ്ട് ചെറുത്തു തോൽപ്പിക്കുന്ന തരത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവിലൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു കത്ത് വരുന്നത്. ബിനോയ് വിശ്വം CPM സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നത്. അങ്ങനെ പാർട്ടികൾക്കുള്ളിലും ഘടകകക്ഷികളിലും പൊതുവെ MR അജിത് കുമാറിനെതിരെയുള്ള വികാരം പുകഞ്ഞു നിൽക്കുന്നു, വളരെ ശക്തമാണ്. ഇത് നിയമസഭയിൽ പ്രതിഫലിക്കും, അതുപോലെ തന്നെ പുറത്ത് പ്രതിഷേധങ്ങൾക്ക് കാരണമാകും, സർക്കാരിൻ്റെ ഇമേജിനെ വല്ലാതെ ബാധിക്കും എന്ന തിരിച്ചറിവിൽ നിന്നാണ് മുഖ്യമന്ത്രി ഇങ്ങനൊരു നടപടി ഇന്നലെ എടുത്തത്. എന്നാൽ കഴിഞ്ഞ 35 ദിവസം മുമ്പേ തന്നെ ആരോപണം വന്നപ്പോൾ തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ തന്നെ MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ CPMന്റെ മുഖം ഇതിനേക്കാൾ വ്യക്തവും ശുദ്ധവുമായിരുന്നേനെ. CPM കളങ്കരഹിതമായ പാർട്ടി ആയി തന്നെ അണികളുടെ മനസ്സിലെങ്കിലും ഉണ്ടായിരുന്നേനെ. അല്ല, ഇങ്ങനെ MR അജിത് കുമാർ എന്തിന് സംരക്ഷിച്ചു എന്ന ചോദ്യം, മുഖ്യമന്ത്രി 35 ദിവസത്തോളം MR അജിത് കുമാർ എന്തിനാണ് സംരക്ഷിച്ചു നിർത്തിയത് എന്ന ചോദ്യം ഇപ്പോഴും അണികൾക്കുണ്ട്. അപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കാര്യമൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞാലും അത് അണികൾക്ക് അത് ദഹിക്കണമെന്നില്ല. കാരണം ധാരാളം ആരോപണങ്ങളാണ്, ഏകദേശം 9 ആരോപണങ്ങളാണ് PV അൻവർ MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരുന്നത്. ശരിക്കു പറഞ്ഞാൽ MR അജിത് കുമാറിനെതിരെ PV അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അന്വേഷണത്തിന് മുഖ്യമന്ത്രി പറഞ്ഞു, അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ നീക്കി നിർത്തേണ്ടതായിരുന്നു എന്നാണ് ഘടകകക്ഷികളും അണികളും പറയുന്നത്. ഏതായാലും MR അജിത് കുമാർ ഇപ്പോൾ തൽസ്ഥാനത്ത് നിന്ന് മാറി. ഇനി MR അജിത് കുമാറിനെ തേടി വരുന്നത് വിജിലൻസ് എൻക്വയറിയാണ്. ഈ വിജിലൻസ് എൻക്വയറിയിൽ 6 മാസം നീണ്ടു നിൽക്കുന്ന അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ വരവിൽക്കവിഞ്ഞ സ്വത്ത് MR അജിത് കുമാർ നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ സമ്പാദിച്ചിട്ടുണ്ട് എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വിജിലൻസ് ഇത്രയും നീണ്ട കാലാവധിയിൽ അന്വേഷിക്കുന്നത്. ഈ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ ഇനി ADGP അജിത് കുമാറിന് ഒരു ക്ലീൻ ചിറ്റ് ലഭിക്കുകയുള്ളൂ. അതേ അവസരം തന്നെ ഈ 2025 DGP സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം കിട്ടേണ്ട ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാറും മനോജ് എബ്രഹാമും അതുപോലെ തന്നെ ഇവരുടെ തൊട്ട് ജൂനിയറായ ശ്രീജിത്തുമൊക്കെ. ഈ MR അജിത് കുമാറിന് ഇപ്പോൾ കൂടുന്ന, അതായത് സ്ഥാനക്കയറ്റം സംബന്ധിച്ച സമിതി ചേരുമ്പോൾ MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണവും സർക്കാർ നടപടികളും, ഇതിനു മുമ്പും നടപടി നേരിട്ടിട്ടുണ്ട്, സർക്കാർ നടപടികളും ഒക്കെ പരിശോധിച്ചിട്ട് സ്ഥാനക്കയറ്റം ഇപ്പോൾ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ MR അജിത് കുമാറിന് വീണ്ടും DGP ആകുന്നതിന് കാത്തിരിക്കേണ്ടി വരും. പകരം മനോജ് എബ്രഹാം ഇപ്പോൾ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ഒരുപക്ഷേ എങ്കിൽ ശ്രീജിത്തും പ്രൊമോട്ട് ചെയ്യപ്പെടും. MR അജിത് കുമാറിന് DGP മോഹം കുറേ കാലത്തേക്ക് സ്വപ്നം മാത്രമായി അവശേഷിക്കുകയും ചെയ്തു. ശരിക്കു പറഞ്ഞാൽ MR അജിത് കുമാറിന് ശനി ദശയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നെഞ്ചോട് ചേർത്ത് നിർത്തിയിരുന്നുവെങ്കിലും അവസാനം ആളിക്കത്തിയ പ്രതിപക്ഷ ചൂടിലും PV അൻവറിൻ്റെ ആക്രമണങ്ങളിലും CPIയുടെ ഒളിയമ്പുകളിലും കത്തിലുമൊക്കെ തട്ടി മുഖ്യമന്ത്രിക്ക് തൻ്റെ
ആശ്രിതനെ, തൻ്റെ ഏറ്റവും ഇഷ്ടക്കാരനായ ഉദ്യോഗസ്ഥനെ തള്ളിപ്പറയേണ്ടി വന്നു, അല്ലെങ്കിൽ സ്ഥാനം മാറ്റേണ്ടി വന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.